നമുക്കിന്ന് തുടങ്ങാവുന്നത് ഇന്നത്തെ മറ്റു കളികളായ ജർമ്മനിയും പാരഗ്വേയും തമ്മിലുള്ള കളിയും നെതർലാൻഡ്സും മൊറോക്കോയും തമ്മിലുള്ള കളിയാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നത് ജർമ്മനി ഒരു ഒരു മെഷീനാണല്ലോ, അൺബീറ്റൺ ആയിട്ടുള്ള ഒരു മെഷീൻ എന്ന് വിചാരിക്കുന്നതാണ്. പക്ഷേ ഇത്തവണ നമുക്ക് ആദ്യ റൗണ്ടിൽ നമുക്ക് പലതരം സംശയങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ ഒരു തവണ ഭീകരമായി തോൽപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ ജർമ്മനിയുടെ ഇന്നത്തെ കളി പാരഗ്വേ ഒരു വലിയൊരു ഒപ്പണൻ്റ് ആണെന്നൊന്നും ആരും ലിസ്റ്റ് ചെയ്യുന്നില്ല. ദിലീപിന് പക്ഷെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? വലുതായിട്ടൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. എന്താ വെച്ചാൽ ഇത് പാരഗ്വേ 5 തവണ നോക്കൗട്ട് കളികൾ കളിച്ചിട്ടുണ്ട് ലോകകപ്പ് അവരുടെ ചരിത്രത്തിൽ. ഇതുവരെ ഒരു ഗോൾ പോലും അടിക്കാത്ത ടീമാണ് ഒരു നോക്കൗട്ട് റൗണ്ടിൽ. അത് ചരിത്രപരമായിട്ട് അങ്ങനത്തെ ഒരു ടീം എപ്പോഴും വളരെ സോളിഡ് ഡിഫൻസോടുകൂടി കളിക്കണ, ഡ്രോയിന് വേണ്ടി കളിക്കണ, ഷൂട്ടൗട്ടിന് ഒരിക്കൽ ഷൂട്ടൗട്ടിൽ അവർ എന്നിട്ട് ജപ്പാനെ തോൽപ്പിച്ച് ക്വാർട്ടർ എത്തി 2010. പക്ഷെ ബാക്കി 4 കളികളിലും അതും ഗോൾ അടിക്കാത്ത സമനിലയായിരുന്നു. ബാക്കി 4 കളിയിലും അവർ ഗോൾ അടിച്ചിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ടീമാണ്. അപ്പൊ ഇന്നത്തെ പ്രതീക്ഷ അത് തന്നെയാണ്. അവര് ആദ്യത്തെ കളി US മോശമായി തോറ്റതിന് ശേഷം 2 ക്ലീൻ ഷീറ്റ് അവരുടെ പഴയ സ്വഭാവത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ജർമ്മനി തന്നെ എല്ലാ മുന്നേറ്റവും ജർമ്മനിയുടെ ഭാഗത്തു നിന്നായിരിക്കും. 5 മിനിറ്റ് കൂടുമ്പോഴൊക്കെ വല്ല ഒരു കൗണ്ടർ അറ്റാക്കും വന്നാലായി. പക്ഷെ ജർമ്മനി തന്നെ കളിക്കേണ്ടി വരും. അവർക്ക് ഈ ലോ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ലോ ബ്ലോക്ക് വളരെ മികച്ച ഒരു ലോ ബ്ലോക്ക് കളിക്കുന്ന ഒരു ടീമാണ് പാരഗ്വേ. അവര് ഡിഫൻഡേഴ്സ് മാത്രമല്ല, അവര് മിഡ്ഫീൽഡിലും സാധാരണ 4 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനൊക്കെ കളിക്കുന്ന ഒരു ടീമാണ് പലപ്പോഴും. അപ്പൊ അത് ബ്രേക്ക് ചെയ്യാൻ ജർമ്മനിക്ക് അവരുടെ ഭാഗത്തു നിന്ന് എന്താ ചെയ്യാൻ പറ്റുക എന്നാണ്. ഒരു നോക്കൗട്ട് ഗെയിം വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഞാനിപ്പം 2 സാധനങ്ങൾ വായിച്ചാലേ, പാരഗ്വേ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഡിഫെൻഡ് ചെയ്യും. ഈ പറഞ്ഞ മിഡ്ഫീൽഡും ഒക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ടീമായിരിക്കും. അപ്പം അതിനകത്ത് പെട്ടെന്നൊരു ചാൻസ് ഉണ്ടാകുമ്പം ജർമ്മനിനെ ഭയങ്കരമായിട്ട് അമ്പരിപ്പിക്കാവുന്ന ഒരു ടീമാണ് പാരഗ്വേ എന്നുള്ളതാണ് അവർക്ക് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് മാർക്ക്. അത് പക്ഷെ ഇപ്പോഴത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു കളിക്കാരൻ ജൂലിയോ എൻസിസോ ഒരു വൈഡ് പ്ലെയർ ആണ്. ഒരു ഗോൾ അടിക്കുന്ന ഒരു സെൻട്രൽ സ്ട്രൈക്കറായിട്ട് ശരിക്കും ആരുമില്ല എന്ന് പറഞ്ഞാൽ ഒരു മികച്ച ലെവലില്. പണ്ടൊക്കെ 2010 റോക്കി സാന്റക്രൂസ് എന്ന് പറഞ്ഞ് കുറച്ചുകാലം മാഞ്ചസ്റ്റർ സിറ്റിക്ക് കളിച്ചു, ബ്ലാക്ക് ബേണിന് കളിച്ചു, ഒരു ബയൺ മ്യൂണിക്കിന് കളിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു മികച്ച സ്ട്രൈക്കറായിരുന്നു. അവരുടെ ഓൾ ടൈം റെക്കോർഡ് സ്കോററുമാണ്. പക്ഷെ ആ ഒരു ലെവലിലുള്ള ഒരു ടാർഗറ്റ് മാൻ അല്ലെങ്കിൽ സ്ട്രൈക്കർ ഈ ടീമിനില്ല. അപ്പൊ അവർക്ക് ബോൾ കിട്ടുമ്പോൾ ശരിക്കും ഒരു ഔട്ട്ലെറ്റ് എൻസിസും പിന്നെ മിഗൽ ആൽമിറോൺ ആ റെഡ് കാർഡ് കാരണം പുറത്താണ്. അപ്പൊ അതൊരു പ്രശ്നമാണ്. ജർമ്മനിയുടെ ഭാഗത്തു നിന്ന് അവരെങ്ങനെ, ഇപ്പൊ പലരും സംസാരിക്കുന്നത് ഇപ്പൊ ഡെനിസ് ഉണ്ടാവിന് ഒരു കളി കൊടുക്കണം എന്നൊക്കെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അവര് ഹാവേർട്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത്, എന്താ വെച്ചാൽ ഹാവേർട്സ് ഒരു ഫിസിക്കൽ പ്ലെയറും കൂടിയാണ്. അപ്പൊ ഈ ഡിഫൻഡേഴ്സിന്റെ കൂടെ കുറച്ചൊക്കെ അടിപിടി കഴിഞ്ഞിട്ട് അവരൊന്ന് കുറച്ചൊന്ന് വീക്ക് ആവുമ്പോ ഉണ്ടാവിനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറക്കാനാണ് സാധ്യത. പിന്നെ പക്ഷെ അവരുടെ ക്രിയേറ്റീവ് പ്ലെയേഴ്സ് ആയ വിയർട്സ് ആയാലും മൂസിയാലായാലും അവര് എക്വഡോറിനെതിരെ കളിച്ചെന്നും നന്നായി കളിക്കണം തീർച്ചയായിട്ടും. ഇതിനകത്ത് പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, കാരണം ജർമ്മനിക്കുള്ള എപ്പോഴും ഉള്ള ഒരു ഡൊമിനൻസ് മാത്രമല്ല, ഫുട്ബോൾ നമ്മൾ ചിന്തിക്കുമ്പം മലയാളിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള ടീമല്ലെങ്കിലും ജർമ്മനി ഒരു വലിയൊരു ഫോഴ്സാണ്. ജർമ്മനി ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻസും ബാക്കി ലീഗിലും മറ്റേതിലൊക്കെ ഉണ്ടാക്കുന്നത് അതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതിപ്പോ അവരുടെ 12 കൊല്ലം കഴിഞ്ഞിട്ട് അവരുടെ ആദ്യത്തെ നോക്കൗട്ട് മാച്ചാണ്. അവസാനത്തെ നോക്കൗട്ട് അവർ കളിച്ച ഫൈനലാണ്, ജയിച്ച ഫൈനൽ 2014. അതിനുശേഷം ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷെ നോക്കൗട്ട് കളികളിൽ ജർമ്മനി വേറെ തന്നെ ഒരു ടീമാണ്. ഇതിന് മുമ്പത്തെ 10 നോക്കൗട്ട് മാച്ചിൽ 9 അവർ ജയിച്ചിട്ടുണ്ട്. ഒന്ന് തോറ്റത് സ്പെയിനിനോട് 2010 സെമിയായിരുന്നു. അപ്പൊ ആ ഒരു ബിഗ് മാച്ച് മെന്റാലിറ്റി ഉള്ള ഒരു ടീമാണ് ചരിത്രപരമായിട്ട്. പക്ഷെ ഈ കൂട്ടം കളിക്കാര് ഈ ലെവലിൽ ഒരു നോക്കൗട്ട് മാച്ച് കളിച്ചിട്ടില്ല. വളരെ ചെറുപ്പമായിട്ടുള്ള ഒരു മാനേജറുമാണ്, 38 വയസ്സ്, യൂലിയൻ നാഗൽസ്മാൻ. അപ്പൊ ഇതൊക്കെ ഇതിൻ്റെതായിട്ടുള്ള ഒരു പ്രഷറും കൂടി ഉണ്ടാവും. അവര് വളരെ ഹെവി ഫേവറിറ്റ്സ് ആണ്. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് ജയിക്കണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഫാൻസിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാവും. ഇതില് ദിലീപ് എന്തെങ്കിലും ഒരു പ്രഡിക്ഷൻ നടത്തുമോ? ഇത് ജർമ്മനി നേരത്തെ ആദ്യ പകുതിയിൽ ഗോൾ അടിക്കുകയാണെങ്കിൽ അവര് എളുപ്പത്തിൽ ജയിക്കേണ്ട ഒരു കളി. എളുപ്പത്തിൽ എന്ന് പറഞ്ഞൊരു 4-5 ഗോളൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു 2 ഗോളിനൊക്കെ ജയിക്കേണ്ട കളിയാണ് ജർമ്മനി. പാരഗ്വേയുടെ ഭാഗത്തുനിന്ന് വലിയൊരു ത്രെറ്റ് ഞാൻ കാണുന്നില്ല.
നെതർലാൻഡ്സും മൊറോക്കോയും തമ്മിലുള്ള കളി നടക്കുന്ന സമയത്ത് എന്നാലും ഒരുപാട് പേര് നമ്മളതിൽ പ്രതികരിച്ചതും ആഫ്രിക്കൻ ടീമിനെ കുറിച്ച് ദിലീപ് പറഞ്ഞ കമൻ്റാണ്. കാരണം ഈ ലോകകപ്പിന് പൊതുവെ ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കുക ആഫ്രിക്കയ്ക്കാണെന്നുള്ളത്. അതുപോലെ നമുക്കറിയാം സെനഗലും മൊറോക്കോയും ഈ രണ്ട് ടീമുകളും ഒരു ലീഗൽ പ്രശ്നത്തിൻ്റെ മുകളിലാണ് ഇപ്പോഴ് ആരാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരെന്നുള്ളത്. എന്നാലും മൊറോക്കോ ആണ് ചാമ്പ്യന്മാർ. അപ്പോൾ ഈ മൊറോക്കോ നെതർലാൻഡ്സ് വരുന്ന കളിയിൽ ശരിക്കും ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം മൊറോക്കോ ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള അവസാനം വരെ പോകാൻ ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു കളി ടീമാണ്. അതുപോലെ തന്നെയാണ് നെതർലാൻഡ്സും. ഇപ്പം ഈ കളിയിൽ എന്തായിരിക്കും ദിലീപിൻ്റെ ഒരു ആശങ്ക എന്താണ്? ആര് ജയിക്കാനും കൂടെ നിൽക്കില്ല എന്നറിയാം. ആശങ്ക എന്താന്ന് പറഞ്ഞാൽ ഇതിലൊരു ടീം ഔട്ടാവുന്നുണ്ട്. അതായത് മികച്ചൊരു ടീം ശരിക്കും ഒരു അവസാനം 16 എത്താൻ അർഹിക്കുന്ന 2 ടീമുകളാണിത്. അതിലൊരാൾ പുറത്താവുന്നുള്ളതാണ്. കളി എൻ്റെ പ്രതീക്ഷ നല്ലൊരു കളിയായിരിക്കും എന്നാണ്. ഇപ്പോൾ കുറേ കാലം മൊറോക്കോന് ഉണ്ടായിരുന്നൊരു പ്രശ്നം, അവർക്ക് ഗോൾ അടിക്കാൻ പ്രശ്നമുള്ള ഒരു ടീമായിരുന്നു. കഴിഞ്ഞ ലോകകപ്പിലൊക്കെ അതാ കണ്ടത്. ഇപ്പൊ പക്ഷെ ഈ സൈബാറിയുടെ ഗോൾസ് കാരണം അവർ ആ ഒരു ആസ്പെക്റ്റും കൂടി കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. വളരെ മികച്ചൊരു മിഡ്ഫീൽഡാണ്. പിന്നെ ഈ കളിയിൽ ഞാൻ ഏറ്റവും ശ്രദ്ധിക്കാൻ പോണത് ഈ റൈറ്റ് ബാക്കിൽ നിന്ന് അഷ്റഫ് ഹക്കീമിന്റെ ഓട്ടോ, മറ്റേ ലെഫ്റ്റ് ബാക്കിൽ നിന്ന് മിക്കി വാൻഡെ നെതർലൻഡ്സിന്. ഇത് ഫുട്ബോളിൽ ഏറ്റവും സ്പീഡിൽ ഓടുന്ന 2 ആൾക്കാരാണ്. അപ്പൊ ഇവര് തമ്മിലുള്ള ആ ഒരു കോൺടെസ്റ്റ് വളരെ കീ ആയിരിക്കും. പിന്നെ മിഡ്ഫീൽഡ്, ബേസിക് മിഡ്ഫീൽഡിൽ ഒരാൾക്ക് അയ്യൂബ് ബുവാദി കുറെ വലിയ ക്ലബ്ബ് കളിക്കണം, ക്ലബ്സ് നോക്കണ ഒരു 18 വയസ്സുകാരൻ, മറ്റവർക്ക് ബാഴ്സലോണയുടെ ഫ്രാങ്കി ഡിയോങ്. ഇതിൽ ആർക്ക് മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളത് അതും കളി തീരുമാനിക്കും. പക്ഷെ ഇത് നല്ല കളിയായിരിക്കും. ഈ ഇസ്മായിൽ സൈബാരി അതുപോലെ ഹക്കീം, ഇവരെ ഒരു ഇപ്പോഴത്തെ ഒരു ലോക കളിക്കാരുടെ കൂട്ടത്തിൽ എങ്ങനെയാണ് ദിലീപ് പ്ലേസ് ചെയ്യുക? ഹക്കീമി കുറെ കാലമായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച റൈറ്റ് ബാക്കാണ് ലോകത്ത് തന്നെ. എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ഫിസിക്കൽ പ്ലെയർ ആണ്. സ്പീഡ് ഉണ്ട്, ക്രോസ് ചെയ്യാം, ഗോൾ അടിക്കുന്ന കളിക്കാരനാണ്. അപ്പം എല്ലാ വിധത്തിലും ഒരു ഇപ്പൊ ഡാനി ആൽവസ് അങ്ങനത്തെ കളിക്കാരൊക്കെ റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച റൈറ്റ് ബാക്സിൽ ഒരാളാണ്. സൈബാർ ഞാൻ ഇതിനു മുമ്പ് അത്ര വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല മൂവ്മെന്റ് ഉള്ള, വളരെ ഇന്റലിജന്റ് ആയിട്ട് കളിക്കണ ഈ ഇപ്പോഴത്തെ പല ഫോർമേഷൻസിലും നമ്മൾ ഇന്നലെ പോർച്ചുഗലിന്റെ കാര്യം പറഞ്ഞു, ഒറ്റ ഫോർവേഡ് വെച്ച് കളിക്കുമ്പോൾ ആ ഫോർവേഡിന്റെ മൂവ്മെന്റ് വളരെ കൃത്യമായിരിക്കണം. എന്നാലേ ആ ഹോൾഡപ്പ് പ്ലേയും പാസ് റിസീവ് ചെയ്യുന്നതൊക്കെ മറ്റേ 2 സ്ട്രൈക്കർ ഇല്ല. പണ്ടത്തെ ശൈലിയൊക്കെ പല ടീംസും അങ്ങനെയായിരുന്നു. അപ്പൊ ഒരാളുടെ മേധ വളരെ അധികം ലോഡ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. പിന്നെ അവർക്ക് ബ്രൈൻ ഡിയാസ്, മെൽക്കനൂസ് അങ്ങനത്തെ കളിക്കാരുണ്ട്. ഉനാഹി മിഡ്ഫീൽഡിൽ നിന്ന് മുന്നോട്ട് പോകും. പക്ഷെ ഈ ഗോൾ അടിക്കാനുള്ള ലോഡ് സൈബാറിന്റെ മേധയാണ്. ഈ കളിയിൽ എന്തായിരിക്കും ദിലീപ് ഒരു സാധ്യത പറയുന്നത്? ഇത് എൻ്റെ പ്രതീക്ഷ ഒരു നല്ലൊരു ഓപ്പൺ കളിയായിരിക്കും. പക്ഷെ നോക്കൗട്ട് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അത്ര. ഡച്ചും കുറച്ച് റോണൽഡ് കൂമന് ഒരു മനുഷ്യനായി നോക്കിക്കഴിഞ്ഞാൽ ഒരു എസെൻഷ്യലി ഒരു കുറച്ച് കൺസർവേറ്റീവ് അപ്രോച്ച് എടുക്കുന്ന ഒരു കോച്ചാണ്. അപ്പോൾ വളരെ ഗ്രൂപ്പ് ഗെയിംസിൽ കളിച്ച് അത്ര ഓപ്പൺ ആയിട്ട് നെതർലൻഡ്സ് കളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. മൊറോക്കോയും അവർക്കും അറിയാം നെതർലൻഡ്സിന് അത്രയും ത്രെറ്റ് ഉണ്ട്. ഇപ്പൊ കോഡി ഗാക്പോ ഒരു പേഴ്സണൽ ട്രാജഡി ഒക്കെ കഴിഞ്ഞിട്ടാണ് കളിക്കുന്നത്. പക്ഷെ എന്നാലും അവർക്ക് ബ്രയൻ ബ്രോബി ആരും പ്രതീക്ഷിക്കാത്ത ഒരു ത്രെറ്റായി മാറിയിട്ടുണ്ട്. അപ്പൊ ആ നെതർലൻഡ്സ് ടീമിനെ അവർ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യും. അപ്പൊ ആദ്യത്തെ ഒരു അരമണിക്കൂറൊക്കെ കുറച്ചൊരു എന്താ പറയുക, ഒരു തണുപ്പൻ കളി എന്ന് പറയില്ല, പക്ഷെ ഒരു ഗാർഡൻ, ഒരു ചെസ് മാച്ച് പോലെയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ പിന്നീട് അത് ഓപ്പൺ ആവാൻ സാധ്യത, ഒരു നല്ല കളിയാവാൻ സാധ്യതയുള്ളതാണ്. ഒരു പ്രവചനം നടത്താൻ തയ്യാറില്ല. പ്രവചനം ജസ്റ്റ് നെതർലൻഡ്സ് ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നുമല്ല, കുറേയും കൂടി അനുഭവമുള്ള കളിക്കാർ. ഇപ്പൊ ഞാൻ ഡിയോങ്ങിന്റെ കാര്യം പറഞ്ഞു, വെർജിൽ വാൻ ഡൈക്ക് ലിവർപൂളിന്റെ കൂടെ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ ജയിച്ചിട്ടുണ്ട്. അപ്പുറത്തും അനുഭവമുള്ള ഹക്കീമി ഇവരൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ടൈറ്റിൽസ് ജയിച്ചിട്ടുള്ള ഒരു ടീമാണ്. അപ്പൊ അത് കാരണം ജസ്റ്റ് നെതർലൻഡ്സ് ആയിരിക്കും തോന്നുന്നു. പക്ഷെ പ്രവചിക്കാൻ നമുക്ക് വേറെ ഒന്നും ഇല്ല പറയാൻ. ഇപ്പൊ ഇവർ അവസാനം കളിച്ചത്
2017 ഒരു ഫ്രണ്ട്ലി അതിൽ വിന്നിംഗ് ഗോൾ അടിച്ച് ഡച്ച് കളിക്കാൻ ഇപ്പൊ ജയിലില്ല, ഡ്രഗ് ട്രാഫിക്കിങ് ഇതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ അത്രയും കാലം കഴിഞ്ഞിരിക്കുന്നു. കാനഡ ഇന്നലെ ദിലീപ് പറഞ്ഞു, ഞാൻ ഇന്നലെ ഈ കളി കാണുമ്പോൾ ഇങ്ങനെ വിചാരിച്ചു നോക്കിയ, കാരണം ദിലീപിന്റെ ഒരു അഭിപ്രായം എന്തായിരുന്നു വെച്ചാൽ, ദിലീപ് ആഗ്രഹിക്കുന്നത് സൗത്ത് ആഫ്രിക്ക ജയിക്കണം എന്നാണ്, പക്ഷെ കാനഡയാണ് ജയിക്കുക എന്നാണ്. അതുപോലെ തന്നെ ജയിച്ചു, ചെറിയൊരു ഡിഫറൻസിലാണ് ജയിക്കുക എന്നും പറഞ്ഞു. അപ്പൊ ഈ ഇന്നലത്തെ കളിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാനഡ ജയിക്കണം നമുക്ക് തോന്നുകയും ചെയ്യും. അതെ, അവര് മാത്രമേ ശരിക്കും ജയിക്കാൻ വേണ്ടി കളിച്ചിട്ടുള്ളൂ. അതെ. അപ്പൊ അതെങ്ങനെയാണ് ആ കളീനെ റിവ്യൂ ചെയ്യുന്നത്? ആ കളി ഞാൻ പ്രതീക്ഷിച്ചത് അതിനു മുമ്പ് കാനഡ കളി ജയിക്കുന്നത്, അവസാന നിമിഷങ്ങളിലാണ് അവർ സ്കോർ ചെയ്ത് ജയിച്ചത്, ഏറ്റവും അവസാന നിമിഷം. അതെ. പക്ഷെ അതിനു മുമ്പ് പല നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ഒരു കാര്യം നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല, സൗത്ത് ആഫ്രിക്കയുടെ ഡിഫെൻഡിങ് ഭയങ്കര ഒരു ലെവൽ തന്നെയായിരുന്നു. എംബക്കാസിയൊക്കെ ഇപ്പൊ അമേരിക്കയിൽ കളിക്കുന്ന ഷിക്കാഗോ ഫയറിന് കളിക്കുന്ന സെൻട്രൽ ഡിഫൻഡറാണ്. പക്ഷെ എനിക്ക് ഉറപ്പാണ് യൂറോപ്പിലത്തെ കുറെ കളിക്കാർ ഈ കളി കണ്ടിട്ട് അവിടെ ഒന്ന് നോക്കുന്നു. എന്നുവെച്ചാൽ അവർ അത്രയും ഈ പ്രത്യേകിച്ച് ഈ അവസാന നിമിഷങ്ങളിൽ ഈ ഗോൾ ലൈനിൽ നിന്നുള്ള ക്ലിയറൻസ്, ലാസ്റ്റ് മാൻ അറ്റാക്കർക്ക് ചാൻസ് കിട്ടുമ്പോൾ ടാക്കിൾ ചെയ്യുക, അങ്ങനത്തെ ഒന്ന് രണ്ട് ഭയങ്കര ബ്ലോക്സും ഡിഫെൻഡിങ്ങും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു അറ്റാക്കിംഗ് ടീമായിട്ട് സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഒന്നും കണ്ടില്ല. ഒരു ഷോട്ട് ഒറ്റ അവർക്ക് ഉണ്ടായിരുന്നു 95 മിനിറ്റില്. അപ്പൊ അവര് ആ ഒരു വശത്ത് നിന്ന് നോക്കുമ്പോൾ വളരെ നിരാശപ്പെടുത്തിയ ഒരു ടീമാണ്. ഞാൻ വിചാരിച്ച അവർ കൊറിയയുടെ അടുത്ത് കുറച്ചും കൂടി കൗണ്ടർ അറ്റാക്കിലെങ്കിലും കുറച്ചും കൂടി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ശരിക്കും കാനഡ കളി കൺട്രോൾ ചെയ്തു. അതിന് കുറെ ക്രെഡിറ്റ് ആ കോച്ചിന് കൊടുക്കണം. ജെസ്സി മാഷ് ഒരു ആ റെഡ് ബുൾ ഫാമിലി, റാൽഫ് റാങ്നിക്ക കൊണ്ടുവന്നിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് നിന്ന് കോച്ച് ചെയ്യണ കോച്ചാണ്. അപ്പൊ അത് വളരെ ഇന്റൻസ് ആയിട്ട് പ്രസ്സിങ്ങും അറ്റാക്കിംഗ് ഫുട്ബോളാണ്. അതനുസരിച്ച് അവർ കളിച്ചു. പിന്നെ ഡേവിസ് തിരിച്ചു വന്നത് അവർക്ക് വലിയൊരു പ്ലസ് ആണ്. ഇപ്പൊ അടുത്ത റൗണ്ടിൽ അവർ ആരെ കളിക്കുകയാണെങ്കിലും, ഡേവിസ് ഇന്നലെ ഫുൾ ഫോമിലൊന്നും ആയിരുന്നില്ല, പക്ഷെ ആ 25 മിനിറ്റിൽ ജസ്റ്റ് കുറച്ച് ടച്ചസ് നമുക്ക് മനസ്സിലാവാം ഇത് വേറെ തന്നെ ഒരു ലെവലിലുള്ള കളിക്കാരനാണ്. പിന്നെ നമ്മളിപ്പോ ഈ ഫിനിഷിങ്ങിനെ പറ്റി പറയുമ്പോഴേ, ഇപ്പം ദിലീപ് പറയുന്നതാണ്, കാരണം എത്ര മഹാന്മാരായ കളിക്കാരുണ്ടായി കഴിഞ്ഞാലും അത് ഫിനിഷ് ചെയ്യുന്നതിലാണ് അതിന്റെ കാര്യം എന്നുള്ളത്. ഇതിനകത്ത് ഏതാണ്ട് ഒരു 94 മിനിറ്റ്സ് വരെ ഫിനിഷ് ചെയ്യാനുള്ള സാധ്യതയുള്ള ടീമായിട്ട് നമുക്ക് ഫീൽ ചെയ്തത് കാനഡയാണ്. പക്ഷെ അത് സംഭവിച്ചില്ല. പക്ഷെ കാനഡയ്ക്ക് ഫിനിഷേഴ്സും ഉണ്ട്. അതെ, പക്ഷെ ആ ഗോള് വന്നത് മിഡ്ഫീൽഡിൽ നിന്നാണ്. മിഡ്ഫീൽഡറാണ് ഗോൾ അടിച്ചത്. ഇതാണ് ഇപ്പൊ പലരും ഇപ്പൊ ഫുട്ബോളിന്റെ ഇക്കണോമിക്സിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ചോദിക്കും, ഈ എംബാപ്പെ അങ്ങനത്തെ കളിക്കാർക്ക് ഇത്രയും പൈസ എന്തുകൊണ്ട് കൊടുക്കുന്നു? വ്യത്യാസം ഇതാണ്, ഈ ഇങ്ങനത്തെ കളിക്കാർക്ക് ഒന്നോ രണ്ടോ ചാൻസ് മതി ഒരു കളി തീർക്കാൻ. മറ്റേത് ഇപ്പൊ കാനഡയ്ക്ക് 7 ഷോട്ട് ഔട്ട് ഉണ്ടായിരുന്നു. എല്ലാം ഒന്നുമില്ലെങ്കിൽ അവസാന നിമിഷത്ത് പാളിപ്പോയി അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തു. ആ ഒരു ക്ലിനിക്കൽ ഇതുണ്ടായിരുന്നില്ല. അതിപ്പോ ഏതൊരു കപ്പ് ജയിക്കുന്ന ടീം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അങ്ങനത്തെ ഒരു സ്ട്രൈക്കർ ഉണ്ടാവും. ഇപ്പൊ ഒരു R9, അല്ലെങ്കിൽ ഇപ്പൊ മെസ്സി സ്ട്രൈക്കർ അല്ല, പക്ഷെ വളരെ ക്ലിനിക്കൽ ഫിനിഷറാണ് ഒരു മെസ്സി. പണ്ട് ജർമ്മനിക്ക് യർഗൻ ക്ലിൻസ്മാൻ, സ്പെയിനിന് ടോറസ്, ഡേവിഡ് വിയ, അങ്ങനത്തെ കളിക്കാർ. അപ്പൊ ആ ഒരു ലെവലിലുള്ള ഫിനിഷർ ഇല്ലാതെ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എത്ര ഡോമിനേറ്റ് ചെയ്താലും ഇപ്പൊ കാനഡയ്ക്ക് ഏകദേശം 60% പൊസിഷൻ സൗത്ത് ആഫ്രിക്കയ്ക്കായിരുന്നു, 60% ഏകദേശം. പക്ഷെ ഉള്ള ബോൾ വെച്ചിട്ട് കാനഡയാണ് മുഴുവൻ കളിച്ചത്. പക്ഷെ അവസാനം ഫൈനൽ തേർഡ് എത്തുമ്പോൾ ഒന്നുമില്ലെങ്കിൽ പാസ് തെറ്റും അല്ലെങ്കിൽ ഫിനിഷ് ശരിയല്ല. അങ്ങനെ ഇനിയിപ്പം കാനഡയുടെ മുന്നോട്ട് പോകുന്ന ഇതിൽ ഇന്നത്തെ കളിയിൽ ജയിക്കുന്ന ടീമുമായിട്ടാണല്ലോ വരാൻ പോകുന്നത്. അതിലെന്തെങ്കിലും നമുക്ക് സാധ്യതകൾ എന്തെങ്കിലും? അവരെ ഞാൻ ലൈറ്റായിട്ട് എടുക്കില്ല. എന്താ വെച്ചാൽ ഇത് വളരെ നല്ലൊരു ഫിസിക്കൽ ടീമാണ് കാനഡ. അവർക്ക് നല്ല റണ്ണേഴ്സ് ഉണ്ട്, കുറച്ച് ഈ എസ്റ്റക്കാവൊക്കെ നല്ല സ്കിൽഫുൾ പ്ലെയർ ആണ്. പിന്നെ ഡേവിസ് ചിലപ്പോൾ ഒരു 40-50 മിനിറ്റ് ഒക്കെ കളിച്ചു എന്ന് വരും. അവരുടെ ജോണത്തൻ ഡേവിഡ് സാധാരണ നല്ല ഫിനിഷറാണ്. അപ്പൊ അവരുടെ ഭാഗത്ത് നല്ല ത്രെറ്റ്സ് ഉണ്ട്. പിന്നെ അവർ നന്നായി ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ലോകകപ്പ് മുഴുവൻ പൊതുവെ സെന്റർ ബാക്സും ഫുൾ ബാക്സും ഒക്കെ നന്നായി ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നെതർലൻഡ്സ് ആയാലും മൊറോക്കോ ആയാലും അതൊരു ഈസി ഗെയിം ഒന്നും ആയിരിക്കില്ല ആർക്കും.